കാരണം ചേച്ചി ആ 100 വെളിച്ചെണ്ണ കൂടി. ജാനമ്മേ, ഓ ഇപ്പൊ ചെലവൊക്കെ എങ്ങനെ നടക്കുന്നടി? ഒരു വിധത്തിൽ അങ്ങ് കഴിഞ്ഞു പോകുന്നു മുതലാളി. ആ, ജാനം ചേച്ചി പുതിയ പെരയൊന്ന് വെച്ചു. അവക്കെന്താടാ, മരുമോൻ പോയെങ്കിലും ആണൊരുത്തം വന്ന് പെട്ട് കിട്ടിയില്ലേ? ദേ മുതലാളി, വേണ്ടാതിരൊന്നും പറയരുത് കേട്ടാ. അതിനിപ്പോ ഞാൻ വല്ലതും പറഞ്ഞു. ഇത് നല്ല കഥ. 5 കിലോ പഞ്ചസാര 1 കിലോ, മല്ലി 200, മല്ലി 200, ജീരകം 50, ജീരകം 50, വെളിച്ചെണ്ണ 100. വെളിച്ചെണ്ണ 100. നാട്ടുകാരുടെ ഒരു കണ്ണുകടിയെ അമ്മയും മോള് റോട്ടിലിറങ്ങി തെണ്ടൂന്ന ചിലരോടൊക്കെ വിചാരം. എന്താ? ഒന്നുമില്ല, നീ ഇതാ തീർത്തേച്ച്. വല്ലായ്മ വല്ലതും തോന്നണുണ്ടാ നിനക്ക്? ഇല്ല. പിന്നെന്താ നിനക്കൊരു ക്ഷീണം? എന്റെ ഭഗവതി, ഒരേനക്കേടും വരുത്താതെ രണ്ടിടത്താക്കി തരണേ. നടന്നില്ലെന്നേ, ഞാൻ മുതലാളിനെ കാണാൻ ദേവസ്യ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ചന്ദ്രനെ കണ്ട റപ്പേലെ? അവിടെ ഉണ്ട്. ചന്ദ്രു, എത്ര ദിവസമായി നീ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നിട്ട്? രവി പോയെങ്കിലും ദൈവം എനിക്കൊരു മോനെ കൊണ്ടു തന്നു എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. എന്ത് തെറ്റാ നിന്നോട് ഞങ്ങൾ ചെയ്തത്? കാര്യം എന്താന്ന് പറ. ഞങ്ങൾക്ക് ആരുമില്ല. ചന്ദ്രുവിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാനല്ലടാ. മോങ്ങാതെ കാര്യം എന്താ വെച്ചാ പറഞ്ഞേ. കാശുവല്ലം വേണം. പിന്നില്ലാതെ ഞങ്ങൾക്ക് ആരാ തരമുള്ളത്? ആ പെണ്ണാണെങ്കിൽ ദിവസം ചോറും കറി വെച്ച് കാത്തിരിക്കുക. കുമാര, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, എന്ത്? എടി ശാന്തേ, നീ എന്നെ കണ്ടറിയില്ലേ? നിങ്ങളല്ല ഞങ്ങളെ കണ്ടാ അറിയാത്തെ. ആഹാ. ഓ മോനെ, രാത്രി ചോറ് തിന്നാൻ പറഞ്ഞിട്ടാ. ഓ, ആർക്കറിയണം.